അങ്ങനെ നമ്മുടെ ടാറ്റ പഞ്ച് GV ഫസ്റ്റ് സർവീസിനുള്ള സമയമായിരിക്കുകയാണ്. ഷോറൂമിൽ നിന്ന് പറഞ്ഞ് ഏകദേശം 30 to 40 ദിവസം അല്ലെന്നുണ്ടെങ്കിൽ 1200 to 1500 കിലോമീറ്റർ അകത്താണ് ഫസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 1300 320 റേഞ്ച് കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സർവീസിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വണ്ടി നമ്മൾ എടുത്ത് ഒന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഫുൾ ചാർജ് ചെയ്തതിൻ്റെ പിറ്റേന്ന് തന്നെ വണ്ടി ഇനി പണി കിട്ടിയെന്ന് പേടിച്ച് നിമിഷം ഉണ്ടായിട്ടുണ്ട്. കാരണം വണ്ടിയുടെ അടിഭാഗത്ത് ഞാൻ കാണിച്ചു തരാം, ഒരു നീല കളർ ലിക്വിഡ് ചാർജ് ചെയ്ത് എടുക്കുമ്പം വന്ന് തറയിൽ വീണ് കിടക്കും. നമ്മൾ ഷോറൂമിൽ വിളിച്ചപ്പോൾ അവർക്കൊന്നും അറിയത്തില്ല, ഫസ്റ്റ് സർവീസിന് വന്നാൽ മതി, ഇല്ലെങ്കിൽ കൊണ്ടുവന്ന് നോക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സർവീസിന് മുമ്പ് ആ ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് ഏറ്റവും പേടിച്ച കാര്യമാണ്. ബാക്കി നമുക്ക് വണ്ടി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി അത്യാവശ്യം കൊള്ളാം. റേഞ്ച് മാത്രം പറഞ്ഞ റേഞ്ചൊന്നും വന്നിട്ടില്ല. ബാക്കി എല്ലാം കൊണ്ടും ഡ്രൈവിംഗ് ആയാലും ബാക്കി എല്ലാം കൊണ്ടും വണ്ടി ഓക്കെയാണ്. നമുക്കൊരു വെയിറ്റുള്ള വണ്ടി ഓടിക്കുന്ന ഫീലുണ്ട്, കാരണം ടാറ്റയുടെ വണ്ടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാം കൊണ്ടും വണ്ടി ബെസ്റ്റാണ്. പക്ഷേ റേഞ്ച് ഇവർ ഏകദേശം 400 to 420 റേഞ്ച് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത് ഷോറൂമിൽ വണ്ടി എടുക്കാൻ പോകുമ്പോൾ. പക്ഷേ അതവർ മെഷീനിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയതായിരിക്കാം. പക്ഷേ ലൈവ് എന്തായാലും ഒരു 320 330 റേഞ്ച് കിട്ടുമെന്ന് പറഞ്ഞു നമ്മൾ ഓടിക്കുമ്പോൾ. പക്ഷേ അത്രയൊന്നും എന്തായാലും കിട്ടുന്നില്ല. നമ്മൾ വണ്ടി ഒന്ന് ഫുൾ ചാർജ് ചെയ്ത് എടുക്കുന്ന സമയത്ത് കാണിക്കുന്ന റേഞ്ച് ഏകദേശം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, 326 വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് കാണിക്കുന്ന റേഞ്ച് 326. പക്ഷേ നമ്മളത് സ്റ്റാർട്ടാക്കി നമ്മൾ കൂടുതലും വണ്ടി യൂസ് ചെയ്യുന്ന സിറ്റി മോഡലാണ്. അപ്പോൾ സ്റ്റാർട്ടാക്കി സിറ്റി മോഡ് ഇടുമ്പോൾ വണ്ടിക്ക് കാണിക്കുന്ന റേഞ്ച് 287 287 കിലോമീറ്റർ ഓടുമെന്നാണ് സിറ്റി റേഞ്ചിൽ കാണിക്കും. നമ്മൾ സ്പോർട്സിലോട്ടാക്കുമ്പോൾ കുറച്ച് പവർ കൂടുതലാണ്. സ്പോർട്സ് ആകുമ്പോഴത്തേക്ക് അത് 272 റേഞ്ച് കാണിക്കുന്നത്. 272 കിലോമീറ്ററാണ് സ്പോർട്സ് മോഡിൽ റേഞ്ച് കാണിക്കുന്നത്. അതിൽ നമുക്ക് എക്കോണമി മോഡിൽ വരുമ്പോൾ 301. അത്യാവശ്യം എല്ലാം സിറ്റി റേഞ്ച് ഓട്ടിക്കാൻ പറ്റിയ കൂടുതൽ എക്കോണമിയാണ്. കാരണം നമുക്ക് ട്രാഫിക്കിലൊക്കെ ഇതിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഈ ഇതിൽ നമുക്ക് ആക്സിലേറ്ററൊക്കെ കുറച്ച് ടൈറ്റ് ഫീൽ ചെയ്യും, കാരണം സ്പീഡൊക്കെ കുറവായിരിക്കും ഇതിൽ. ഇത് 301 റേഞ്ച് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയിൽ കാണിക്കുന്ന റേഞ്ച്. പക്ഷേ ഷോറൂമിൽ നിന്നൊക്കെ ഏകദേശം ഒരു 330 320 കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സാധാരണ ഈ ഡീസൽ പെട്രോൾ വണ്ടികൾ വാങ്ങുമ്പോൾ പറയും ഫസ്റ്റ് സർവീസ് കഴിയുമ്പോൾ വണ്ടിയുടെ മൈലേജ് എല്ലാം കൂടുന്നു. അതേപോലെ തന്നെ ഇതിൽ ഫസ്റ്റ് സർവീസ് എല്ലാം കഴിയുമ്പോൾ റേഞ്ച് കൂടുതൽ ഇനി കണ്ടറിയാം, കൂടിയാൽ നല്ലത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം 15,40,000 ഓൺ റോഡ് കൊടുത്താണ് ഈ ഒരു വണ്ടി വാങ്ങിച്ചത്. അതും ഇത് 2026 വണ്ടിയാണ്. പക്ഷേ 25 ഫേസ് ഞങ്ങൾ എടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാൽ പുതിയ ഫേസ് ലിഫ്റ്റ് വന്നു. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഇത്രയും പൈസ എടുത്ത ഈ ഒരു വണ്ടിക്ക് ബാക്കിൽ റിയർ AC വെൻ്റ് ഇല്ല. അതൊക്കെ ഇപ്പോൾ സാധാരണ മാരുതി വണ്ടിയിലും ഹ്യൂണ്ടായിലൊക്കെ ചെറിയ വണ്ടികൾ തന്നെ എല്ലാത്തിലും റിയർ AC വെൻ്റ് എല്ലാം ഉണ്ട്. അപ്പം ഇത്രയും വലിയൊരു വണ്ടി, ഇത്രയും ക്യാഷ് കൊടുത്തൊരു വണ്ടിയിൽ റിയർ AC വെൻറ്റിൻ്റെ ആവശ്യം എന്തുകൊണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് പറയേണ്ട ഏറ്റവും ഒരു കാര്യം. ഇത് ടാറ്റ കണ്ടാൽ അതൊന്ന് അടുത്തതിൽ പരിഗണിക്കുക. ഇനിയിപ്പോൾ പുതിയ വണ്ടിയിലുണ്ടെന്നുള്ള കേസ് എനിക്ക് അറിയത്തില്ല, അത് നോക്കിയാലേ അറിയാവും. അപ്പോൾ ഈ ഒരു കേസേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് നിങ്ങൾക്ക് എടുത്ത വണ്ടി മുതലാണെന്ന് തോന്നുന്നു. കാരണം നമുക്കിപ്പം നിലവിൽ എന്തായാലും ഇലക്ട്രിക്കൽ ബഗ്സോ കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. നമ്മൾ ഏകദേശം ഒരു 15% വരെയൊക്കെ ചാർജ് വരുന്ന രീതിയിലൊക്കെ വണ്ടി ഓടിയായിരുന്നു. എന്നിട്ടും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളൊരു ഇതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ചാർജിങ് സ്റ്റേഷനൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് കറക്റ്റ് ലെവലിലൊക്കെ ആക്സിലേറ്ററൊക്കെ കൊടുത്ത് നോക്കി കണ്ടൊക്കെ ഒന്ന് ഓടിച്ച് നമുക്ക് വേറെ പണി കിട്ടത് ഓടാം. അല്ല നമ്മളിതിൽ ചവിട്ടിപ്പിരുത്തൊക്കെ നമ്മൾ സാധാരണ ലെവലിൽ ഈ പെട്രോൾ ഡീസൽ ഓടിക്കുന്ന ഓടിച്ചാൽ നല്ല പണി കിട്ടും. ഞങ്ങൾക്ക് തന്നെ പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഇത്തിരി സ്പോർട്സ് മോഡൊക്കെ ഇട്ട് ഏകദേശം കാലൊക്കെ കൊടുത്തൊരു ട്രിപ്പ് പോയ സമയത്ത് ഒറ്റയടിക്കാണ് 60% എന്ന് വെച്ചാൽ 60 കിലോമീറ്റർ റേഞ്ചൊക്കെ ഒറ്റയടി കുറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പണി കിട്ടിയ സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി ഓടിച്ച് എന്തുകൊണ്ടും നമ്മൾ ഈ ടാറ്റയുടെ നെക്സോൺ പോലെയൊന്നും അത്ര കംപ്ലൈൻ്റ് ഒന്നും പഞ്ചിലില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അങ്ങോട്ടൊന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് എന്താണെന്നുള്ള അടുത്തൊരു വീഡിയോയിലേക്ക് പറയാം.